Divisional Accountant Office, Important Question, Chapter 4, Part 9, Kinds of Check, ക്രോസിംഗ് ഓഫ് ചെക്ക് എന്നുള്ള പോർഷനിൽ നിന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചെക്കുകൾ പഠിച്ചു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പാർട്ടിൽ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 130. വാട്ട് യു മീൻ ബൈ സെൽഫ് ചെക്ക്? അപ്പം എന്താണ് സെൽഫ് ചെക്ക്? ഇഫ് ദ ഡ്രോയർ വിഷ് ക്യാഷ് ഫോർ ഹിംസെൽഫ്, if he can issue a check where is place of the payee name, he can write self and get encashment from the branch where he owns an account. അപ്പോൾ എന്താണ് സെൽഫ് ചെക്ക് എന്ന് പറയുന്നത്? ഒരു ഡ്രോയർ, ബില്ല് എഴുതുന്ന ആളാണല്ലോ ഡ്രോയർക്ക് വേണ്ടി എഴുതുന്ന ചെക്കാണ് എന്ത്? സെൽഫ് ചെക്ക്. അവിടെ ഒരു ചെക്കിനകത്ത് ഒരാളുടെ പേര് എഴുതുന്നതിന് പകരം സെൽഫ് എന്ന് എഴുതും. ടു സെൽഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ആൾക്ക് വേണ്ടി തന്നെയാണ് ചെക്ക് എഴുതുന്ന ആൾക്ക് തന്നെയാണ് ആ എമൗണ്ട് എൻകാഷ് ചെയ്ത് ബാങ്ക് എമൗണ്ട് കൊടുക്കുന്നത്. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ പൈസ വിഡ്രോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെൽഫ് ചെക്കിങ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ സെൽഫ് ചെക്ക് എന്താണെന്ന്. ഡ്രോയർ ഹിംസെൽഫാണ്. ചെക്കിനകത്ത് പേയി നെയിമിൻ്റെ സ്ഥാനത്ത് സെൽഫ് എന്ന് എഴുതും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൽഫ് ചെക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 131ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് യു മീൻ ബൈ ബ്ലാങ്ക് ചെക്ക്? അടുത്ത ബ്ലാങ്ക് ചെക്ക് എന്താണെന്നാണ്. വെൻ എ ചെക്ക് ഓൺലി ഹാസ് ഡ്രോയർ signature and all other fields are left empty, the such check are called blank check. അപ്പോൾ എന്താണ് ബ്ലാങ്ക് ചെക്ക്? ഡ്രോയറുടെ സിഗ്നേച്ചർ മാത്രം ആ ചെക്കിനകത്ത് ഉണ്ടാവുള്ളൂ. അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എംറ്റി ആയിട്ട് ഇട്ടേക്കും. ആർക്കാണെന്ന് എഴുതത്തില്ല, എമൗണ്ട് എത്രയാണെന്ന് എഴുതത്തില്ല, ഡേറ്റ് ഇടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതെന്താണ്? ഒരു ബ്ലാങ്ക് ചെക്കാണ്. ഓൺലി ഡ്രോയറുടെ സിഗ്നേച്ചർ മാത്രം. ഓൾ അതർ ഫീൽഡ് ആർ ലെഫ്റ്റ് എംറ്റി. അത് എംറ്റി ആക്കി ഇട്ടേക്കും. ബാക്കിയുള്ള ഫില്ല് ചെയ്യാനുള്ള പ്ലേസസ് എല്ലാം എംറ്റി ആക്കി ഇട്ടേക്കും. ഡ്രോയറുടെ സിഗ്നേച്ചർ മാത്രമേ കാണുള്ളൂ. അതിനെയാണ് ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുന്നത്. അടുത്ത് 132. വാട്ട് ഡു യു മീൻ ബൈ മ്യൂട്ടിലേറ്റഡ് ചെക്ക്? മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്താണെന്നാണ്. മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഇഫ് എ ചെക്ക് റീച്ചസ് ദ ബാങ്ക് ഇൻ ടോൺ കണ്ടീഷൻ ഇറ്റ് ഈസ് കോൾഡ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. അപ്പം മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് വെച്ചാൽ ഡാമേജ്ഡ് ചെക്ക് എന്നാണ്. ഡാമേജ് സംഭവിച്ച ചെക്കുകളാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. ടോൺ മീൻസ് പീസസ് ആയി കിട്ടുക. ചെക്കിനെ ഏതെങ്കിലും ഒരു ഭാഗം കീറിയോ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും കട്ട് ചെയ്തൊക്കെ സൈഡൊക്കെ കട്ടായി കിട്ടുന്ന ചെക്കുകളെയാണ് മ്യൂട്ടിലേറ്റഡ് ചെക്കുകളെന്ന് പറയുന്നത്. നെക്സ്റ്റ് 133ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ ചെക്ക് ഈസ് ടോൺ ഇൻ ടു 2 or more pieces and the relevant informations are torn, the bank shall reject the check and declare it as an invalid until the drawer confirm its validity. ഇപ്പം മ്യൂട്ടിലേറ്റഡ് ചെക്ക് ഒരു ബാങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും? അത് റിജക്റ്റ് ചെയ്യും. അതെങ്ങനെയാണ് കിട്ടിയേക്കുന്നത്? 2 അതിൽ കൂടുതൽ പീസസ് ആയിട്ടാണ് ആ ചെക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ഇത് റിജക്റ്റ് ചെയ്തിട്ട് ആ ചെക്ക് ഇൻവാലിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. എപ്പോഴെങ്കിലും ആ ഒരു ഡ്രോയർ വന്ന് ഇതിൻ്റെ ഒരു വാലിഡിറ്റി കൺഫേം ചെയ്യുന്നത് വരെ ആ ബാങ്ക് അതിനെ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് ബാങ്കുകൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം 2 or more പീസസ് ആയിട്ട് കട്ടായി, ടോൺഡ് മീൻസ് കട്ട് ചെയ്ത ചെക്കുകളെയാണ് ഡാമേജായി ബാങ്കുകളിൽ കിട്ടുന്ന ചെക്കുകളെയാണ് മ്യൂട്ടിലേറ്റഡ് ചെക്കുകളെന്ന് പറയുന്നത്. നെക്സ്റ്റ് 134. RBI ഗൈഡ് ലൈൻസ് ഓൺ ഓൾട്രേഷൻ ഓഫ് ചെക്ക്. അപ്പം ചെക്ക് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. അതിന് RBIയുടെ കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആസ് പെർ RBI ഗൈഡ് ലൈൻസ് ഓൺ ഓൾട്രേഷൻ correlation of checks effective from 1st December 2010, no charges or correlations would be allowed on check form with the expectation of date. അതായത് RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു ചെക്കിനെ നമുക്ക് ഓൾട്ടർ ചെയ്യാം. ഏത് വർഷം തൊട്ടാണ് ചെക്ക് ഓൾട്ടറേഷൻ തുടങ്ങിയത്? ഡിസംബർ 2010 മുതലാണ്. അതിന് എന്തില്ല? ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. കോറിലേഷൻസ് വുഡ് ബി അലൗഡ് ഫോർ ദ ചെക്ക് ഫോംഡ്. അപ്പം ചെക്കിനെ എന്ത് ചെയ്യാം? നമുക്ക് ഓൾട്ടർ ചെയ്യാം. അതിന് പ്രത്യേകം ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. ഫോർ മെനി ചേഞ്ചസ് ഇൻ ദ ചെക്ക് എ ഫ്രഷ് ചെക്ക് ഫോം നീഡ് ടു ഇഷ്യൂഡ്. ഒരുപാട് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തില്ല. എന്ത് ചെയ്യാം? അതിന് ഫ്രഷ് ചെക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും ബാങ്കിൽ.
നമുക്ക് ദിസ് വിൽ ബി ആപ്ലിക്കബിൾ ഓൺലി ഫോർ ദ ചെക്ക് ക്ലിയർഡ് അണ്ടർ ദ ഇമേജ് ബേസ്ഡ് ചെക്ക് ട്രാങ്കേഷൻ സിസ്റ്റം. അപ്പോൾ ഇത് എവിടെയാണ് അലോ ചെയ്യുന്നത്, ആപ്ലിക്കബിൾ ആവുന്നത്? ഈ ഓൾട്രേഷൻസ് ഇലക്ട്രോണിക് ഫോമിലുള്ള ചെക്കുകളിലാണ് ഇത് അലോ ആവുന്നത്. ഏതാ? ചെക്ക് ട്രാങ്കേഷൻ സിസ്റ്റം, ബാങ്കുകളിൽ അതിനെ അറിയപ്പെടുന്നത്. ട്രാങ്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇലക്ട്രോണിക് ഇമേജിലോട്ട് കൺവേർട്ട് ചെയ്തത്, ഫിസിക്കൽ ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇലക്ട്രോണിക് ഫോമിലോട്ട് ചെക്കിനെ മാറ്റുന്നതിനെയാണ് ട്രാങ്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് എന്താണ് ഓൾട്രേഷൻസ് RBIയുടെ ഗൈഡ് ലൈൻ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ചെക്ക് ക്ലിയർഡ് അണ്ടർ അതർ clearing arrangements such as MICR clearing, non-MICR clearing, over-the-counter collection for cash payment or direct collection of checks outside the clearing house arrangements. ഇവിടെ എന്താണ് പറയുന്നത്? ഇങ്ങനെ ഓൾട്ടർ ചെയ്ത ചെക്കുകൾ MICR ക്ലിയറിംഗ് ഹൗസസ് വഴിയും non-MICR ക്ലിയറിംഗ് ഹൗസസ് വഴിയും അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ, നമ്മൾ കൗണ്ടറിൽ കൊണ്ടുവന്ന് ഇൻക്യാഷ് ചെയ്യുന്നിടത്തൊന്നും ഇത് ആപ്ലിക്കബിൾ ആവില്ല എന്നാണ് പറയുന്നത്, ഓൾട്രേഷൻ ഓഫ് ചെക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 135. സെക്ഷൻ 123 to 131A ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഡീൽസ് എബൌട്ട് ക്രോസിംഗ് ഓഫ് ചെക്ക്. അപ്പോൾ നമ്മളിനി അടുത്ത് നോക്കുന്നത് ക്രോസിംഗ് ഓഫ് ചെക്കുകളാണ്. അപ്പോൾ ക്രോസിംഗ് ഓഫ് ചെക്ക് PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. കൂടുതലും ചോദിക്കുന്നത് 123, സെക്ഷൻ 123 സെക്ഷൻ 124 അപ്പം 123 മുതൽ 131 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 123 മുതൽ 131 വരെയാണ് എന്തിനെ പറ്റി പറയുന്നത്? ക്രോസിംഗ് ഓഫ് ചെക്കുകളെ പറ്റി പറയുന്നത്. നെക്സ്റ്റ് 136. Checks are usually crossed as the measure of satisfy safety. Crossing is made by drawing two parallel transversal line across the left top corner of the check with or without the addition of certain words. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രോസിങ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രോസിംഗ് ഓഫ് ചെക്ക് പഠിച്ചു. ഒരു ചെക്കിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ എഴുതിയിട്ട് അതിനകത്ത് വിത്ത് ഓർ വിത്തൗട്ട് അഡീഷണൽ എന്തെങ്കിലും ഒരു അഡീഷണൽ പേര്, ഇപ്പോൾ അക്കൗണ്ട് പേ അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ, അത് ചിലതിൽ കമ്പൽസറി ആണ്, ചിലതിൽ കമ്പൽസറി അല്ല. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ചെക്കിനെ നമ്മൾ ക്രോസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മളൊരു ചെക്ക് ക്രോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 137. ടൈപ്പ് ഓഫ് ക്രോസിംഗ്. എത്ര ടൈപ്പ് ക്രോസിംഗ് ഉണ്ട്? ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ്, റെസ്ട്രിക്റ്റീവ് ക്രോസിംഗ്, അക്കൗണ്ട് പേയി ക്രോസിംഗ്, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. അപ്പം ഇത്രയും ടൈപ്പ് ഓഫ് ക്രോസിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് 138 നോക്കാം. ജനറൽ ക്രോസിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 123 ഡിഫൈൻസ് ജനറൽ ക്രോസിംഗ് ഓഫ് ചെക്ക്, വൈൽ സെക്ഷൻ 124 ഡിഫൈൻസ് സ്പെഷ്യൽ ക്രോസിംഗ്. അപ്പം PSCക്ക് റിപ്പീറ്റഡ് ചോദിക്കുന്നതാണ് 123 ജനറൽ ക്രോസിങ്ങും 124 സെക്ഷൻ 124 സ്പെഷ്യൽ ക്രോസിങ്ങും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 139. ജനറൽ ക്രോസിംഗ് അക്കോർഡിംഗ് ടു സെക്ഷൻ 123. വെൻ എ ചെക്ക് ബെയറർ acrosses its face an addition of the word and company or any abbreviations thereof between two parallel transversal line or two parallel transverse lines simply, either with or without the word not negotiable, that addition shall be deemed a crossing and the check shall be deemed to be crossed generally. അപ്പം എന്താണ് ജനറൽ ക്രോസിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്? സെക്ഷൻ 123 പ്രകാരം ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത് ഒരു ചെക്കിൻ്റെ മുകളിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ 2 പാരലൽ ലൈൻ്റെ ഇടയ്ക്ക് നോട്ട് നെഗോഷ്യബിൾ ഓർ ആൻഡ് കമ്പനി എന്ന് എഴുതും, അല്ലെങ്കിൽ അക്കൗണ്ട് പേ എന്ന് എഴുതും. ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പം ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത് ടു പാരലൽ ലൈൻസ്, ട്രാൻസ്വേഴ്സൽ പാരലൽ ലൈൻസിൻ്റെ ഇടയ്ക്ക് സിമ്പിളി വിത്ത് ഓർ വിത്തൗട്ട്, ഇവിടെ എന്താ പറയുക കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ എഴുതണം എന്ന് വിത്ത് ഓർ വിത്തൗട്ടാണ്. അപ്പം 2 പാരലൽ ലൈൻസ് എഴുതിയിട്ട് അക്കൗണ്ട് പേ എന്നോ നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള വേർഡ് വിത്ത് ഓർ വിത്തൗട്ടാണ്, എഴുതണം എന്ന് നിർബന്ധമാണ്. എഴുതിയാൽ എഴുതി, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. 140. ഇൻ ജനറൽ ക്രോസിംഗ് the paying bank will pay money to any banker mentioned in the check. അപ്പം ചെക്കിൽ ജനറൽ ക്ലോസിങ്ങിനകത്ത് പറയുന്നത് എന്താണ്? ദ പേയിങ് ബാങ്കർ വിൽ പേ മണി ടു എനി ബാങ്കർ മെൻഷൻഡ് ഇൻ ദ ചെക്ക്. അപ്പോൾ ചെക്കിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ബാങ്ക് ഏതാണോ ആ ബാങ്കിന്
പേയിങ് ബാങ്കർ പൈസ കൊടുക്കും. ആരുടെ പേരാണോ അല്ലെങ്കിൽ ഏത് ബാങ്കിൻ്റെ പേരാണോ കൊടുത്തേക്കുന്നത് ആ ബാങ്കിന് പേയിങ് ബാങ്കർ പൈസ കൊടുക്കും. നെക്സ്റ്റ് 141 സ്പെഷ്യൽ ക്രോസിംഗ് അക്കോർഡിംഗ് ടു സെക്ഷൻ 124. സ്പെഷ്യൽ ക്രോസിംഗ് എത്രയാണ്? 124. വെൻ ചെക്ക് ബെയറർ എക്രോസസ് ഇറ്റ്സ് ഫേസ് ആൻഡ് അഡിഷൻ ദ നെയിം ഓഫ് ദി ബാങ്കർ എയ്തർ വിത്ത് ഓർ വിത്തൗട്ട് ദ വേർഡ് നോട്ട് നെഗോഷ്യബിൾ ഇൻ അഡിഷൻ ഷാൽ ബി ഡീംഡ് എ ക്രോസിംഗ് ആൻഡ് ദ ചെക്ക് ഷാൽ ബി ഡീംഡ് ഇറ്റ് ടു ബി ക്രോസ്ഡ് സ്പെഷ്യൽ ആൻഡ് ഇറ്റ് ടു ബി ക്രോസ്ഡ് ടു ദ ബാങ്കർ. അപ്പോൾ സ്പെഷ്യൽ ക്രോസിങ്ങിൽ എന്താണ് പറയുന്നത്? സ്പെഷ്യൽ ക്രോസിംഗ് കുറച്ചുകൂടെ സെക്യൂർഡ് ഫോം ഓഫ് ക്രോസിംഗ് ആണെന്ന് പറയാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ 124 ഒന്നുകിൽ ബാങ്കിൻ്റെ പേര് മാത്രം എഴുതുന്നു, അല്ലെങ്കിൽ ചെക്കിൻ്റെ ലെഫ്റ്റ് ടോപ്പിൽ 2 പാരലൽ ലൈൻസ് ഇട്ടിട്ട് അതിനകത്ത് ഇപ്പോൾ എസ് ബി ഐ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ, അല്ലെങ്കിൽ അക്കൗണ്ട് പേ. ഇവിടെ ഈ ചെക്ക് ഒരു സ്പെഷ്യൽ ബാങ്കിൻ്റെ പേര് മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ ബാങ്കിലോട്ട് മാത്രമേ എന്ത് കൊടുക്കുകയുള്ളൂ? ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ്, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ് പേയിങ് ബാങ്കിന്. ഇവിടെ ഈ 2 പാരലൽ ലൈൻസ് നിർബന്ധമൊന്നുമില്ല. സ്പെഷ്യൽ ക്രോസിങ്ങിൽ 2 പാരലൽ ലൈൻ നിർബന്ധം ഇല്ല. കളക്റ്റിംഗ് ബാങ്കിൻ്റെ നെയിം വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അപ്പം ഏതാണോ കളക്റ്റിംഗ് ബാങ്ക്, പേയിങ് ബാങ്ക് ഏത് ബാങ്കിനാണോ പൈസ കൊടുക്കേണ്ടത് ആ ബാങ്കിൻ്റെ പേര് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. പക്ഷേ 2 പാരലൽ ലൈൻസ് കമ്പൽസറി അല്ല. നമുക്ക് 142 നോക്കാം. ഇൻ സ്പെഷ്യൽ ക്രോസിംഗ് ദ പേയിങ് ബാങ്ക് വിൽ പേ ദ എമൗണ്ട് ഓഫ് ചെക്ക് ഓൺലി ടു ദ ബാങ്കർ ഹു നെയിം അപ്പിയർ ഇൻ ദ ചെക്ക്. നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ ക്രോസിങ്ങിൽ ചെക്കിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ബാങ്കിന് മാത്രമേ പൈസ പേയിങ് ബാങ്കർ കൊടുക്കുകയുള്ളൂ. 143 ഇൻ സ്പെഷ്യൽ ക്രോസിംഗ് 2 പാരലൽ ലൈൻസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് ദ നെയിം ഓഫ് ദ ബാങ്കർ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതും പറഞ്ഞതാണ്. 2 പാരലൽ ലൈൻസ് സ്പെഷ്യൽ ക്രോസിങ്ങിൽ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ബാങ്കറുടെ പേര് ഏത് ബാങ്കിലോട്ടാണോ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 144 വെൻ എ ചെക്ക് ഈസ് ക്രോസ്ഡ് ഇറ്റ്സ് ഇമ്പൾസസ് 2 തിങ്സ്. അപ്പം ഒരു ചെക്ക് ക്രോസ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്? ദ പേയ്മെൻറ്റ് വിൽ നോട്ട് ബി മെയ്ഡ് എക്രോസസ് ദ കൗണ്ടർ ബൈ എ ബാങ്ക് വെൻ എ ക്രോസ്ഡ് ചെക്ക് ഈസ് പ്രസൻറ്റഡ്. അപ്പോൾ ഒരു ക്രോസ്ഡ് ചെക്കാണ് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഓവർ ദ കൗണ്ടർ പേയ്മെൻറ്റ് നടത്തില്ല. ക്രോസിങ് ചെയ്യുന്നത് തന്നെ കുറച്ച് സെക്യൂർ ആവാൻ വേണ്ടിയാണ്. ത്രൂ അക്കൗണ്ട് ട്രാൻസ്ഫർ മാത്രമേ അവിടെ നടത്തുന്നുള്ളൂ. പേയ്മെൻറ്റ് വിൽ നോട്ട് മെയ്ഡ് എക്രോസസ് ദ കൗണ്ടർ ത്രൂ പേയ്മെൻറ്റ് കൊടുക്കത്തില്ല. എന്താണ് ക്രോസിങ് ചെക്കിന്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ദ ക്രോസ്ഡ് ചെക്ക് വിൽ ഹാവ് ഇറ്റ് ടു പ്രസൻറ്റഡ് ഇൻ ആൻ അക്കൗണ്ട് ത്രൂ എ പേയിങ് സ്ലിപ്പ്. ഒരു പേയിങ് സ്ലിപ്പ് പ്രകാരം മാത്രമേ ക്രോസ്ഡ് ചെക്കുകൾ എന്ത് ചെയ്യുള്ളൂ? അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അക്കൗണ്ടിലൂടെ മാത്രമേ ക്രോസ്ഡ് ചെക്ക് വിൽ ഹാവ് ഇറ്റ് ടു പ്രസൻറ്റഡ് ഇൻ ആൻ അക്കൗണ്ട് ത്രൂ ഒരു പേയിങ് സ്ലിപ്പ്. ഇപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവും പേയിങ് സ്ലിപ്പ്. പേയിങ് സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരു ക്രോസ്ഡ് ചെക്ക് നമുക്ക് ബാങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻ? ഓവർ ദ കൗണ്ടർ നമുക്ക് പേയ്മെൻറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് എൻകാഷ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പേയിങ് സ്ലിപ്പിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ ക്ലോസ്ഡ് ചെക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബാങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എന്തൊക്കെയാണ് നോക്കിയത്? കൈൻഡ്സ് ഓഫ് ചെക്കിൽ നമ്മൾ ഇതാണ് സെൽഫ് ചെക്ക് എന്താണെന്ന് നോക്കി, ബ്ലാങ്ക് ചെക്ക് എന്താണെന്ന് നോക്കി, മ്യൂട്ടിലേറ്റഡ് ചെക്ക് അതായത് ഡാമേജ് പറ്റിയ ചെക്കുകൾ, ഓൾട്രേഷൻ ചെക്കിൽ എന്തൊക്കെ ഓൾട്രേഷൻസ് വരുത്താമെന്ന് നോക്കി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും അതിൻ്റെ സെക്ഷൻസ് 123, 124. അപ്പം ഇത് PSCക്ക് റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ളതാണ്. ടൈപ്പ് ഓഫ് ക്രോസിങ് അതിൽ സെക്ഷൻ 123 ജനറൽ ക്രോസിങ്, 124 സ്പെഷ്യൽ ക്രോസിങ്. പിന്നെ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.